ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്ക്വയർ നെക്ക് ബ്ലൗസിൻ്റെ സ്ക്വയർ നെക്കിൽ നമുക്ക് തുണി കുറവാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടോ ഈ ഒരു പീസ് വെച്ചുകൊണ്ട് മാത്രം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കഴുത്ത് ഹെമ്മിങ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്തെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു വീഡിയോ നമ്മൾ ഇതിന് മുന്നേയുള്ള വീഡിയോ കഴിഞ്ഞ വീഡിയോ ഇതിൻ്റെ കറക്റ്റായി തുണി കട്ട് ചെയ്തെടുത്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ കഴുത്ത് ഹെമ്മിങ് ചെയ്തെടുക്കുന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തുണി കുറവാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ ഈ ഒരു കഴുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്തുള്ള പീസാണിത്. അപ്പോൾ നമ്മൾ ഈ ഒരു പീസിനെ ഒന്ന് നേരെ കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ 1 ഇഞ്ച് വീതിയിൽ ഇതുപോലെ മാർക്ക് ചെയ്യുക. കണ്ടോ, 1 ഇഞ്ച് വീതിയിലാണ് ഇതുപോലെ മാർക്കിംഗ് ചെയ്ത് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. നേരെയാണ് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ക്രോസിലൊന്നും കട്ടിങ് ചെയ്യുന്നില്ല, നേരെ തന്നെയാണ് കട്ടിങ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മളിങ്ങനെ കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. 1 ഇഞ്ച് വീതിയിൽ നമ്മൾ ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. കേട്ടോ, നമുക്കിത് 4 പീസ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പീസിനെ നമ്മൾ ജോയിൻറ്റ് ചെയ്യുക. കേട്ടോ, 4 പീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു പീസിനെ നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്നു. സാധാരണ നമ്മൾ കഴുത്തൊക്കെ പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പോലെയല്ല, നേരെ വെച്ചുകൊണ്ട് ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കേട്ടോ, ഇതുപോലെ കൂട്ടി നമ്മുടെ ഈ ഒരു പീസുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുക. കേട്ടോ, ഇതുപോലെ ജോയിൻറ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള തുണി മാത്രം വെച്ച് ബാക്കി ഭാഗം നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇതിനെ ഇതുപോലെ നിവർത്തി വെച്ചുകൊണ്ട് ഈ ഒരു ജോയിൻറ്റ് ചെയ്ത പീസിനെ 2 ഭാഗത്തേക്കും പ്രസ് ചെയ്തുകൊണ്ട് ഇതുപോലെ വെക്കുക. കേട്ടോ, 2 ഭാഗത്തേക്കും മടക്കി ഇതുപോലെ പ്രസ് ചെയ്യുക. കണ്ടോ, ഇനി നമ്മൾ ഈ ഒരു പീസിനെ കണ്ടോ ഇതുപോലെ നമുക്കൊരു 1/4 ഇഞ്ച് വീതി നമ്മൾ ആ ഒരു ജോയിൻറ്റ് ചെയ്തിട്ടുള്ള ഭാഗത്തേക്ക് ഇതുപോലെ 1/4 ഇഞ്ച് വീതിയിൽ നമ്മളൊന്ന് മടക്കി സ്റ്റിച്ചിങ് ചെയ്യുന്നു. കണ്ടോ, ഇതുപോലെ മടക്കി സ്റ്റിച്ചിങ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കഴുത്തിൻ്റെ ബ്ലൗസിൻ്റെ നല്ല വശം മുകളിൽ വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് നമ്മുടെ സാധാരണ കഴുത്തിൻ്റെ പൈപ്പിംഗ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്യുന്ന അതേ വീതിയിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ ഒരു കോൺ വശം കണ്ടോ ഇവിടെ നമ്മൾ നല്ലൊരു പ്ലീറ്റ് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ മടക്കി ഒരു പ്ലീറ്റ് ഇതുപോലെ കൊടുക്കുക. അത് ആ ഒരു കോർണർ വശം തന്നെ കണ്ടോ, ആ ഒരു കോൺ വശം തന്നെ കറക്റ്റ് ആ ഒരു പ്ലീറ്റിൻ്റെ സെൻറ്റർ വരുന്ന രീതിയിൽ കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ 2ാമത്തെ ഭാഗത്തേക്ക് നമ്മുടെ ബ്ലൗസ് പീസിൽ നമുക്ക് കോണ് ഒന്നും പ്ലീറ്റൊന്നും വരാതെ നല്ല വൃത്തിയോടുകൂടി നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന പീസിൽ മാത്രമേ പ്ലീറ്റ് വരാൻ പാടുള്ളൂ. ഒരു 1/4 ഇഞ്ച് വീതിയിലുള്ള പ്ലീറ്റ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നേരെ ഈ ഒരു കോൺ വശത്തും കറക്റ്റ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നമ്മളിവിടെ മുകളിലേക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കേട്ടോ, നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ നേരെ വെച്ച് കറക്റ്റ് കഴുത്തിൻ്റെ അതേ മോഡലിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്തിരുന്നത്. ഇത് നമുക്ക് തുണി കുറവുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ നമുക്കൊരു പ്ലീറ്റ് വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾ പ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ബോഡി പീസിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഇതുപോലൊരു കട്ടിങ് കൊടുക്കുകയാണ് വേണ്ടത്. ആ ഒരു കട്ടിങ് നമുക്ക് ഇതുപോലെ വെച്ചുകൊണ്ട് കണ്ടോ നമ്മുടെ ഉൾവശം കണ്ടോ ഇതുപോലെ വെച്ചുകൊണ്ട് ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഇതുപോലെ വെച്ചുകൊണ്ട് കട്ട് ചെയ്യാം. കണ്ടോ, ഇതുപോലെ ആ ഒരു കോൺ വശം ഇതുപോലെ കട്ട് ചെയ്യുക. കണ്ടോ, ഇവിടെയും ഇതുപോലെ കട്ടിങ് ചെയ്യുന്നു. ഇനി അതിനുശേഷം നമ്മുടെ ഈ ഒരു പീസിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പീസിനെ നമ്മൾ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചുകൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കുക. ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഇതുപോലെ കേട്ടോ ഇവിടെ നമ്മൾ ഈ ഒരു പീസിൻ്റെ മുകളിൽ കൂടി സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുന്നു. ഈ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പീസിൻ്റെ മുകളിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ആ ഒരു പ്ലീറ്റിനെ അതേപോലെ പ്ലീറ്റ് ചെയ്ത് വെക്കാതെ അല്പം ഒന്ന് വിടർത്തി കൊടുത്തുകൊണ്ട് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുക. കണ്ടോ, നേരെ പ്ലീറ്റായിട്ട് തന്നെ കൊടുക്കാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗം കണ്ടോ നമ്മൾ അല്പം വിടർത്തി കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കണ്ടോ. ഇനി നമ്മൾ ഇതിനെ ഹെമ്മിങ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ നല്ലവണ്ണം ഒന്ന്
ഇതുപോലെ ഉള്ളിലേക്ക് കറക്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ നല്ലവണ്ണം നഖം വലിച്ചു കൊടുത്ത് ഇവിടെ നമ്മൾ ആ ഒരു കോർണർ വശം ഒന്ന് നിവർത്തി കൊടുത്താൽ കണ്ടോ നമുക്കിവിടെ നല്ല കോണോടുകൂടി നമുക്ക് ആ സ്ക്വയർ നെക്ക് കറക്റ്റ് തയ്ച്ചെടുക്കാൻ പറ്റും. കണ്ടോ ഇവിടെ നമുക്ക് ആ കറക്റ്റ് കിട്ടും. ഇതുപോലെ ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കും. കണ്ടോ ഇവിടെ കണ്ടോ നമ്മൾ ആ ഒരു കോൺ വശം കണ്ടോ നമുക്കിവിടെ നിവർന്ന് കിട്ടും. ഇവിടെ നല്ല നിവർന്ന് വന്നിട്ടാണ് നമ്മൾ അവിടെയുള്ള ആ ഒരു ഭാഗം നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് ഹെമ്മിങ് ചെയ്യാവുന്നതാണ്. നമ്മൾ സാധാരണ ബ്ലൗസിൻ്റെ ഹെമ്മിങ് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ കറക്റ്റ് ഹെമ്മിങ് ചെയ്യുക. അതുപോലെ നമ്മൾ ഈ ഒരു കോൺ വശം കണ്ടോ ഈ ഒരു കോൺ വശം നമുക്ക് കറക്റ്റ് ആ ഒരു കോണിൽ തന്നെ കറക്റ്റ് കുത്തി അവിടെ നമുക്കൊന്ന് കെട്ടൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് സ്റ്റിച്ചിങ് ഹെമ്മിങ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതുപോലെ മുകളിലേക്ക് കണ്ടോ ആ ഒരു കോൺവശം നമ്മൾ ആ ഒരു പ്ലീറ്റ് കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗം നമ്മൾ ഹെമ്മിങ് ചെയ്യുമ്പോൾ നല്ലവണ്ണം ഒന്ന് നിവർത്തി കൊടുക്കുക. കണ്ടോ ഇവിടെ നിന്ന് പ്ലീറ്റ് ആണ് നമ്മൾ, എന്നാൽ ആ ഒരു കോൺവശം നമുക്കത് നിവർത്തിയിട്ടാണ് നമ്മൾ ഹെമ്മിങ് ചെയ്തത്. കണ്ടോ ഇതുപോലെ നമുക്ക് നല്ല വൃത്തിയോടുകൂടി കോണോടുകൂടി നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ ഇതുപോലെയാണ് നമ്മുടെ കഴുത്ത് ഹെമ്മിങ് ചെയ്തെടുക്കുക. നമുക്ക് തുണി കുറവാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും